സിഎക്കെതിരെ കേരളത്തിലും നമ്മുടെ സംസ്ഥാനത്തും വലിയ പ്രതിഷേധം ഉയരുകയാണ്. ഭരണപക്ഷവും പ്രതിപക്ഷവും തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ് ഇന്നലെയും ഇന്നുമൊക്കെയായി കാണുന്നത്. ഇന്നലെ വിജ്ഞാപനം ഇറങ്ങിയതിന് പിന്നാലെ മുഖ്യമന്ത്രി പറഞ്ഞത് സിഎ കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്നില്ല എന്നാണ്. എന്നാൽ ഈ ഒരു നടപടി, ഈ ഒരു നിലപാടിനെ പ്രതിപക്ഷം ചോദ്യം ചെയ്യുകയാണ്. ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് സിഎക്കെതിരെ എടുത്ത കേസുകൾ, മുൻപ് പ്രക്ഷോഭം ഉണ്ടായപ്പോൾ കേരളത്തിലെടുത്ത കേസുകൾ പോലും ഇപ്പോഴും പിൻവലിച്ചിട്ടില്ല. നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ഗുരുതര സ്വഭാവമില്ലാത്ത കേസുകളെല്ലാം പിൻവലിക്കുമെന്നായിരുന്നു. പക്ഷേ 800-ലധികം കേസുകൾ നമ്മുടെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തു. അതിൽ വെറും 69 കേസുകൾ മാത്രമാണ് ഇതുവരെ പിൻവലിച്ചിട്ടുള്ളത് എന്നതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ആ ഒരു നിലപാട് ആത്മാർത്ഥതയില്ലാത്തത് ആണ് എന്നാണ് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നത്. അജിംസ്, ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞതും പ്രായോഗികമായി നടപ്പാക്കിയതും വെച്ച് നോക്കുമ്പോൾ പ്രതിപക്ഷം പറഞ്ഞതിനെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയുകയില്ല. അപ്പോൾ നമ്മുടെ സർക്കാരിൻ്റെ ഒരു നിലപാട്, സിഎ വിരുദ്ധ നിലപാട് ആത്മാർത്ഥതയില്ലാത്തതാണ് എന്ന് തന്നെയാണോ അഭിപ്രായം? സിഎ കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ്, അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് അല്ല. നമ്മളതിനെ രണ്ടായിട്ട് മനസ്സിലാക്കണം. കാരണം പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഞാനിതിവിടെ നടപ്പാക്കില്ല എന്ന് പറയുന്നത് അതൊരു അഡ്മിനിസ്ട്രേഷൻ എന്ന നിലയിൽ ഞങ്ങൾ നടപ്പാക്കില്ല എന്നല്ല പറയുന്നത്. ഞങ്ങൾ രാഷ്ട്രീയമായി അതിനെ റിജക്റ്റ് ചെയ്യുന്നു, ഞങ്ങൾ അതിനെ തള്ളി പറയുകയാണ് എന്നാണ് പറയുന്നത്. അർത്ഥത്തിൽ ഇപ്പോൾ സിഎ നിയമമായി, ഇപ്പോൾ ചട്ടം വന്നു, പൗരത്വം നൽകാനുള്ളവരുടെ തീരുമാനിക്കുന്ന കമ്മിറ്റികൾ രൂപീകരിച്ചു. ആ കമ്മിറ്റികൾ ഒരു കാര്യത്തിൽ തീരുമാനമെടുത്താൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് നടപ്പാക്കില്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം അത് എന്താണ്, അതൊരു കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായി നടന്നു പോകും. അത് കേരളത്തിൽ നടക്കും, ആസാമിൽ നടക്കും, ബംഗാളിൽ നടക്കും. പക്ഷേ പിണറായി വിജയൻ പറയുന്നത് എന്താണ്, ഇതിവിടെ നടപ്പാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നാണ്. ആ രാഷ്ട്രീയ പ്രസ്താവന മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുന്നത് അത് പിണറായി വിജയന് ശ്രീധരൻ കിട്ടിയതല്ല കേരളം നടപ്പാക്കാതിരിക്കാൻ എന്നാണ്. സുരേന്ദ്രൻ അത് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ ബോധമില്ല. എന്താണ് പിണറായി വിജയൻ പറയുന്നതെന്നും UDF-ഉം LDF-ഉം തെരുവിൽ ഇന്നലെ രാത്രി നടത്തിയ പ്രക്ഷോഭം എന്താണെന്ന് സുരേന്ദ്രന് മനസ്സിലാവുന്നില്ല. സുരേന്ദ്രൻ അത് മനസ്സിലാവുമായിരുന്നെങ്കിൽ കേരളത്തിലെ ഒരു സീറ്റെങ്കിലും അവർക്ക് കിട്ടുമായിരുന്നു. അത് മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. മറ്റൊന്ന്, ഇപ്പോൾ സിഎക്കെതിരെ മുമ്പ് 5 വർഷം മുമ്പ് എടുത്ത കേസുകൾ, 2020 മുമ്പൊക്കെ നടന്ന സമരങ്ങളിൽ എടുത്തിട്ടുള്ള കേസുകൾ പിൻവലിക്കാം എന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. ആ വാഗ്ദാനം ചെയ്യല്ല, ഉറപ്പ് നൽകിയിരുന്നു. ആ ഉറപ്പ് പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് ശരിയാണ്. അത് കേരളത്തിലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ നാളുകളിൽ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് ഭരിക്കുന്ന പിണറായി വിജയനാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടെന്ന് പറയാൻ കാരണം അദ്ദേഹം പുറത്തു പറയുന്ന കാര്യങ്ങളല്ല പോലീസ് നടപ്പാക്കുന്നത്. LDF സർക്കാരിൻ്റെ നയമല്ല പോലീസ് നടപ്പാക്കുന്നത്. എടുക്കുന്ന കേസുകൾ ഗുരുതര സ്വഭാവമുള്ള വകുപ്പുകളിട്ട് കേസെടുക്കാറുണ്ട്. അതേസമയം തന്നെ തമിഴ്നാട്ടിൽ DMK സർക്കാർ അത്തരം കേസുകളെല്ലാം എഴുത്തള്ളി. എന്തുകൊണ്ട് ഇവിടെ എഴുത്തള്ളുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ സാധാരണ രീതിയിൽ CPM-ൻ്റെ പ്രവർത്തകരെ കൊടുക്കുന്ന മറുപടി അത് കേസ് എടുത്തു കഴിഞ്ഞാൽ കേസ് തള്ളുന്നതിന് കോടതിയുടെ അനുമതി വേണമെന്നാണ്. ഇതേ കോടതിയുടെ അനുമതിയോടെയാണ് DMK സർക്കാർ കേസുകൾ തള്ളുന്നത്. അപ്പോൾ ഇവിടെ അത് നടക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം മറ്റൊന്നുമില്ല, ആഭ്യന്തരമന്ത്രിക്ക് പോലീസിന് മേൽ കാര്യമായ നിയന്ത്രണമില്ല എന്നാണ്. നമ്മൾ മുമ്പ് പലവട്ടം ചർച്ച ചെയ്തതാണ് ആരാണ് കേരള പോലീസിനെ ഭരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വളരെ ശക്തമായ സംശയങ്ങളുണ്ട്. പിന്നെ സുരേന്ദ്രൻ പറയുന്നു പിണറായി വിജയൻ അവിടെ കൊല്ലത്ത് കോൺസെൻട്രേഷൻ ക്യാമ്പ് ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. അത് ഒരു ഓൾ ഇന്ത്യ പ്രൊജക്റ്റിൻ്റെ ഭാഗമായി ഈ നുഴഞ്ഞുകയറ്റക്കാരെ പിടികൂടി ഡിറ്റൻഷനിലാക്കാൻ, തടവിലാക്കാൻ വേണ്ടി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും, ആസാമിലുണ്ട്, കേരളത്തിലുണ്ട്, എല്ലാ സംസ്ഥാനങ്ങളിലും സ്ഥാപിക്കുന്ന ജയിലുകളെന്ന് തന്നെ പറയാൻ കഴിയില്ല, ഡിറ്റൻഷൻ സെൻ്ററുകൾ. ആ ഡിറ്റൻഷൻ സെൻ്ററുകളാണ് പണിതിട്ടുള്ളത്. അത് കേന്ദ്ര ഫണ്ടോടെ പണിതാണ്, അല്ലാണ്ട് പിണറായി വിജയൻ ഖജനാവിൽ നിന്ന് എടുത്ത് ഉണ്ടാക്കിയ കാശല്ല. അത് സുരേന്ദ്രൻ അറിയാത്തതുകൊണ്ടാണ്. അത് പണിയേണ്ടി വരും, സ്വാഭാവികമായിട്ട് പണിയേണ്ടി വരും. പക്ഷെ അതിനർത്ഥം പിണറായി വിജയൻ ഇവിടെ കോൺസെൻട്രേഷൻ ക്യാമ്പ് ഉണ്ടാക്കി ഇവിടെ CA നടപ്പാക്കാൻ പോവുകയാണെന്നല്ല. അതിനെ എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ BJP ഒഴികെ ഒരു രാഷ്ട്രീയ പാർട്ടിയും പൊതു മലയാളി സമൂഹം ഈ CAA എന്ന പ്രൊജക്റ്റിനെ തള്ളി പറയുക തന്നെ നമ്മൾ കണ്ടതാണ്. 5 വർഷം മുമ്പ് നമ്മൾ കണ്ടതാണ് എന്താണ് കേരളത്തിൽ നടന്നതെന്ന്. കേരളത്തിൽ അതിനെതിരെ പ്രക്ഷോഭം നടത്തിയത് ആ നിയമത്തിൻ്റെ ഇരകളായി മാറുന്ന ആളുകൾ മാത്രമല്ല, പൊതുവായിട്ടുള്ള ജനം മുഴുവൻ ഒറ്റക്കെട്ടായി അതിനെ തള്ളിപ്പറയുകയും അവരതിൻ്റെ അപകടം മനസ്സിലാക്കി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യത്തെ പല രീതിയിൽ ഭരണഘടനയെ അട്ടത്ത് വെച്ചുകൊണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങളെ മരവിപ്പിച്ച് നിർത്തിക്കൊണ്ട് പലതരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തിയിരുന്നു. അതിനോടൊക്കെ സൈലൻ്റായിരുന്നിട്ടുണ്ട് ഇന്ത്യൻ സമൂഹം. ഒരു പരിധി വരെ അതൊക്കെ താതാത്മ്യം പ്രാപിച്ചിട്ടുണ്ട്, കുറേയൊക്കെ അതിനെ പിന്തുണച്ചിട്ടുണ്ട് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ മോദി സർക്കാരിനെതിരെ ഉയർന്നിട്ടുള്ള ഏറ്റവും വലിയ പ്രക്ഷോഭം അത് കർഷക സമരമോ കർഷകരുടെ ലോങ് മാർച്ചോ സർവകലാശാലയിലുണ്ടായ വിദ്യാർത്ഥികളുടെ സമരമോ അല്ല, അത് പൗരത്വ പ്രക്ഷോഭമാണ്. ആ പൗരത്വ പ്രക്ഷോഭം രാജ്യത്തെ മുഴുവൻ ജനങ്ങളെ ഏറ്റെടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം കേരളമായിരുന്നു ഏറ്റവും അതിൻ്റെ ഒരു ഹോട്ട് ബെഡ് എന്ന് പറയുന്നത്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ്, ഇത് ഇന്ത്യ എന്ന ആശയത്തെ ഇല്ലാതാക്കുന്നതാണ്. ഇന്ത്യ എങ്ങനെയാണ് നിലനിൽക്കുന്നത്, അത്
ഇന്ത്യയെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്ന അത്ര ശക്തിയുള്ള, ഇന്ത്യയെ ചിഹ്നിച്ചെറിയാൻ തക്ക ശക്തിയുള്ള ഒരു നിയമപരിഷ്കരണം അല്ലെങ്കിൽ നിയമ ഭേദഗതിയാണെന്ന് ഇന്ത്യൻ ജനത തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അതിനെതിരെ അത്ര ശക്തമായ പ്രക്ഷോഭം ഉണ്ടായത്. ഇനി അത് ഉണ്ടാവുമോ? ഇനി അത് നടപ്പാക്കി തുടങ്ങുമ്പോൾ അതിനെതിരെ അത്ര ഉണ്ടാവുമോ? ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനം തെരുവിലേക്ക് ഇറങ്ങുമോ എന്ന് ചോദിച്ചാൽ അന്നുണ്ടായ ഒരു പ്രക്ഷോഭം ഉണ്ടാവണമെന്നില്ല. കാരണം അത് ഉണ്ടായാൽ പോലും അത് കേന്ദ്ര സർക്കാരും BJPയും അതിനെ മുതലെടുക്കുകയാണ് ചെയ്യുക. കണ്ടോ, ആ ഇറങ്ങുന്നവരൊക്കെ എന്താണ്, രാജ്യവിരുദ്ധരാണ്, തീവ്രവാദികളാണ്, നുഴഞ്ഞേറ്റക്കാരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ പെയിൻറ്റ് ചെയ്തുകൊണ്ട് ആ സമരത്തെ അടിച്ചമർത്തുകയോ അവർക്കെതിരെ കേസെടുക്കുകയോ അതുവഴി ഉണ്ടാകുന്ന വിഭജനം, ധ്രുവീകരണം വഴി നേട്ടമുണ്ടാക്കാനാണ് അവർ ശ്രമിക്കുക. ഞാൻ സമരം ചെയ്യണോ വേണ്ടേ എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികളെ പൊതുജനങ്ങൾ ഉപദേശിക്കാൻ വേണ്ടി പറയല്ല. ഈ സമയത്ത് സൈലൻ്റായിട്ടിരുന്നുകൊണ്ട് നിയമപോരാട്ടം നടത്തുന്നതാണ് നല്ലതെന്നാണ് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നത്. അതിനർത്ഥം ഞാൻ ചെയ്യുന്ന സമരങ്ങൾ തള്ളി പറയുമെന്നോ ആ ചെയ്യുന്ന സമരങ്ങൾ തെറ്റാണെന്നോ പ്രതിഷേധിക്കേണ്ട ഒന്നുമല്ല പറയുന്നത്. ഇതൊക്കെ ചെയ്യണം. പക്ഷെ അത് BJP അത് മുതലെടുക്കാതിരിക്കാൻ ഈ പ്രതിഷേധക്കാർ ശ്രദ്ധിക്കണമെന്നാണ് പറയാം. യെസ്, നിഷാദ്, CAക്കെതിരെ ഒന്നിച്ച് നിൽക്കേണ്ടതിന് പകരം കേരളത്തിൽ പക്ഷേ ഒരു ഭരണ പ്രതിപക്ഷ പോരിലേക്ക് കാര്യങ്ങൾ വഴുതി പോകുന്നുണ്ടോ? അല്ല, അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയമായതുകൊണ്ടാണ് ഇത്രയും അഗ്രസീവായിട്ടുള്ള സമീപനം എല്ലാ പാർട്ടികളിൽ നിന്നും ഉണ്ടാകുന്നത്. കാരണം ആരാണ് അതിൻ്റെ ചാമ്പ്യൻ എന്ന് സ്ഥാപിക്കാനുള്ള പരസ്പര ശ്രമത്തിലാണ്. അപ്പോൾ അതിനകത്ത് പിണറായി വിജയൻ ഗവൺമെൻറ്റിനെ അടിക്കാൻ ഒരു വടി എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഇതിലെ കേസുകളെല്ലാം പിൻവലിച്ചിട്ടില്ലല്ലോ എന്ന ആയുധം ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ കേസ് പിൻവലിക്കാവുന്ന സർക്കാർ വാഗ്ദത്തം ചെയ്യുന്നത് 2 കേസുകളാണ്. ഒന്ന് ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട കേസുകൾ, മറ്റത് CAയുമായി ബന്ധപ്പെട്ട കേസുകൾ. അതിൽ ഗൗരവ സ്വഭാവമില്ലാത്ത കേസുകൾ പിൻവലിക്കാമെന്നാണ് സർക്കാരിൻ്റെ വാഗ്ദാനം. അതിൽ 800 കേസുണ്ട്. ആകെ 30-40 കേസിലെങ്ങാണ്ട് മാത്രമാണ് നടപടി ഉണ്ടായിട്ടുള്ളത്, ബാക്കി അവിടെ കിടക്കുകയാണ്. അപ്പോൾ അതിനകത്തൊരു വിശദീകരണം ഉള്ളത് ഗൗരവ സ്വഭാവമില്ലാത്ത കേസുകൾ പിൻവലിക്കുന്നേ പറഞ്ഞിട്ടുള്ളൂ, പലതിനും ഗൗരവ സ്വഭാവം ഉണ്ട് എന്നാണ്. അതിൽ തന്നെ നമ്മുടെ ആദ്യത്തെ ചോദ്യം, ഈ സംസ്ഥാനത്ത് നടന്നിട്ടുള്ള പൗരത്വ സമരങ്ങളെല്ലാം തന്നെ, പൗരത്വവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നടന്ന സമരങ്ങളല്ല, ഏതാണ്ട് എല്ലാ സമരങ്ങളും ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ കക്ഷികളോ സംഘടനകളോ നേതൃത്വം കൊടുത്ത, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മതസംഘടനകൾ നേതൃത്വം കൊടുത്തിട്ടുള്ള സമരങ്ങളാണ്. അല്ലാതെ ഇറസ്പോൺസിബിളായ ഒരു സമരവും കേരളത്തിൽ എവിടെ നടന്നിട്ടില്ല. എല്ലാ സമരവും ജനാധിപത്യ രൂപത്തിലുള്ളതും ആരോഗ്യ സ്വഭാവത്തിലുള്ളതുമായിരുന്നു. എവിടെയെങ്കിലും അക്രമങ്ങൾ ഉണ്ടാകുന്നതോ പോലീസിനെ ആക്രമിക്കുന്നതോ സർക്കാർ സംവിധാനങ്ങളെ ആക്രമിക്കുന്നതോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ അവയിന്മേലൊക്കെ എങ്ങനെയാണ് ഗൗരവതരമായ വകുപ്പുകൾ വന്നു പെട്ടത് എന്ന കാര്യം നമുക്കിപ്പോഴും അറിയില്ല. അതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ഗൗരവമുള്ള കേസുകൾ പിൻവലിക്കും. ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് BJP അത് ഏറ്റെടുക്കുകയും വലിയ വയലൻസിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത് കണ്ടതാണ്. അപ്പോൾ അതിനകത്ത് വലിയ വയലൻസ് കണ്ടു. ആ വയലൻസ് നമ്മൾ ഈ CA പ്രൊട്ടസ്റ്റിൽ എവിടെയും കണ്ടില്ല. പക്ഷേ അവിടെയും ഗുരുതര സ്വഭാവമുള്ള കേസെടുത്തു. ഇന്നലെ ഇപ്പോൾ കോഴിക്കോട്ട് നടന്നിട്ടുള്ള സമരത്തിനകത്തും ആകാശവാണിയിലേക്ക് നടന്ന സമരത്തിനകത്തും ഈ സീരിയസ് ആയിട്ടുള്ള വകുപ്പുകൾ ഇട്ടിരിക്കുകയാണ്. അതെന്തിനാണെന്നാണ് പിടികിട്ടാത്ത കാര്യം. അപ്പോൾ അതുകൊണ്ട് അപ്പോഴാണ് നേരത്തെ അജിംസ് പറഞ്ഞ ആഭ്യന്തര വകുപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തലപ്പത്തിരുന്നുകൊണ്ട് കേസ് പിൻവലിക്കും, ശക്തമായ നടപടിയെടുക്കും, ഞങ്ങൾ വർഗീയതയെ ചെറുക്കും എന്നൊക്കെ പറയും. പിണറായി വിജയൻ അത്തരം പ്രഖ്യാപനങ്ങൾ നടത്താനേ നിലവിലെ സാഹചര്യത്തിൽ കഴിയൂ. ആഭ്യന്തര വകുപ്പിൽ കാര്യങ്ങൾ നടക്കുന്ന അദ്ദേഹത്തിൻ്റെ അധികാര പരിധിക്കും അപ്പുറത്തുള്ള ചില സംഗതികൾ വെച്ചിട്ടാണ്. അപ്പോൾ CAയിൽ എല്ലാ കേസും ഞങ്ങൾ പിൻവലിക്കും എന്ന് പറഞ്ഞ ഒരു സർക്കാർ ഇപ്പോൾ ഇതാ ഒരു ക്വസ്റ്റ്യന് മുമ്പ് പകച്ചു നിൽക്കുകയാണ്. ആരാത് ഉണ്ടാക്കുന്നത്? പോലീസ് ഉണ്ടാക്കി കൊടുക്കുന്ന പണിയാണ്. അപ്പം വെറുപ്പിനോടും വിദ്വേഷത്തോടുമുള്ള പോലീസിൻ്റെ ഒരു അയഞ്ഞ സമീപനം, അല്ലെങ്കിൽ RSSൻ്റെ താല്പര്യത്തിന് ഒപ്പിച്ചിട്ടുള്ള പോലീസിൻ്റെ ക്രമസമാധാന പാലനം, ഇതൊരു വഴിക്ക് നടക്കുന്നു. അപ്പുറത്ത് പിണറായി വിജയൻ ചില പ്രസ്താവനകൾ നടത്തുന്നു. അപ്പോൾ അതിൻ്റെ ദുരന്തമാണ് ഈ കാണുന്നത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇത്രയും ഗുരുതരമായ കേസുകൾ ഉണ്ടായി എന്നുള്ള സംഗതി. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൽ നടപ്പിലാക്കില്ല എന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ്. കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറയാൻ ഒരു ഭരണപരമായും സാങ്കേതികമായും സർക്കാരിന് കഴിയില്ല. കാരണം അതൊരു ഒന്നാമത് പൗരത്വം കേന്ദ്ര സർക്കാരിൻ്റെ യൂണിയൻ ലിസ്റ്റിൽപ്പെട്ട സംഗതിയാണ്. രണ്ടാമതൊരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു, അതിലാർക്കും അപ്ലൈ ചെയ്യാം. അതിനകത്ത് പോയിട്ട് സർക്കാരിന് പ്രത്യേകിച്ചും ചെയ്യാൻ NRCയിലാണ് ഗവൺമെൻറ്റിന് പിന്നെയും ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിനകത്ത് അതൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പം എന്തിനാണ് നടക്കാത്ത കാര്യം പറയുന്നതൊക്കെ ആൾക്കാർ പരിഹസിക്കും. അങ്ങനല്ല. കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് കേരളത്തിലെ ഭരണഘടനാ പദവിയിലിരിക്കുന്ന അധികാരമുള്ളൊരു മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നത് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ്. അത് ഇന്ത്യയിൽ അത്യപൂർവം സ്ഥലത്ത് മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. കേരളം നിയമസഭയിൽ പൗരത്വ നിയമത്തിനെതിരെ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. അതിനാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നമ്മളുമായിട്ട് ആദ്യം സംഘർഷത്തിലേക്ക് പരസ്യമായിട്ട് വരുന്നത്. കേരളം സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ. ഇപ്പോൾ അത് വീണ്ടും കോടതിയിൽ മെൻഷൻ ചെയ്യാനോ പുതിയ ഹർജി കൊടുക്കാനോ സർക്കാർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു വശത്ത് CA സമരക്കാർക്കെതിരായിട്ടുള്ള നടപടി പിൻവലിക്കുമെന്ന് പറഞ്ഞത് നടന്നിട്ടില്ല എന്ന് പറഞ്ഞ വിമർശനം നിൽക്കെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഈ വിഷയത്തിലുള്ള ഒരു നയത്തെ ദുർബലപ്പെടുത്തുന്ന ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എല്ലാ വിഭാഗം ആളുകളെയും ആരോഗ്യകരമായി ഒരുമിപ്പിച്ചുകൊണ്ടാണ് ഈ വിപത്തിനെതിരായിട്ടുള്ള പോരാട്ടം സാധ്യമാക്കേണ്ടത്. അപ്പോൾ അതിനകത്ത് എങ്ങനെയൊക്കെയുള്ള സമരങ്ങൾ വേണം എന്ന് ചോദിച്ചാൽ, പ്രൊട്ടസ്റ്റ് സമരങ്ങൾ എന്ന് വെച്ചാൽ ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ് സമരങ്ങൾ. പക്ഷേ BJPക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും വിധത്തിലുള്ള കളറുകൾ അതിനുണ്ടാവാതിരിക്കാനുള്ള ശ്രദ്ധ.
ബൈ ഓൾ മീൻസ് ഉണ്ടാവേണ്ടതാണ്. കാരണം നമ്മൾ വലിയ ആശയങ്ങളും സിദ്ധാന്തങ്ങളും ഒക്കെ പറയുമ്പോഴും പ്രായോഗിക രാഷ്ട്രീയത്തിൽ അത് ഗുണപ്പെടുമോ, തിരിച്ചടിക്കുമോ, ബാക്ക് ഫെയർ ചെയ്യുമോ എന്നുള്ളത് കൂടി ആലോചിച്ചുകൂടി സമരം ചെയ്യണം. അപ്പുറത്തുള്ളത് BJP ആണ്. വളരെ അസാധാരണമായ തന്ത്രങ്ങളുള്ള, അധാർമികമായ തന്ത്രങ്ങളുള്ള ഒരു കൂട്ടം അപ്പുറത്തുള്ളപ്പോൾ ഇപ്പുറത്ത് കുറച്ചുകൂടി നമ്മളൊരു ടാക്റ്റിക്കലായ സമീപനം എടുക്കേണ്ടതാണെന്ന് സമരം ചെയ്യുന്ന എല്ലാവരും ഓർക്കണം. എന്ന് വെച്ചാൽ സമരം വേണ്ടെന്നല്ല, സമരം വേണ്ട സ്ഥലത്ത് സമരം തന്നെ വേണം. അപ്പോൾ അതുകൊണ്ട് CA കേസുകളുടെ പേരിൽ സർക്കാരിൻ്റെ ഒരു ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യാൻ പാടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. എന്നാൽ CAയുടെ കാര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്, തങ്ങളുടെ വാഗ്ദാനം എന്തുകൊണ്ട് നടപ്പിലാക്കാൻ പറ്റുന്നില്ല, ആഭ്യന്തര വകുപ്പിൽ എന്താണ് നടക്കുന്നതെന്ന് പരിശോധിക്കാൻ ആവർത്തിച്ചുള്ള ഈ വീഴ്ചയുടെ സമയത്തെങ്കിലും സർക്കാർ തയ്യാറാവട്ടെ എന്നാണ്. യെസ്, അതാണ് CAയുടെ പേരിൽ ഒരു പരസ്പരമുള്ള ആരോപണങ്ങളും തർക്കങ്ങളുമല്ല ഇവിടെ വേണ്ടത്. ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണ്. അങ്ങനെ ഒരു അനിവാര്യമായ ഒരു സമയമാണ് വന്നിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അപ്പോൾ ഈ ഒരു പരസ്പരമുള്ള ഒരു തർക്കം അതൊരു വിഭാഗം മുതലെടുക്കും എന്നതുകൂടി ഓർക്കേണ്ടതാണ്.